രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. 9 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നത്. ആ സംസ്ഥാനം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP ആണ്. അതേ പാർട്ടി തന്നെയാണ് കേന്ദ്രവും ഭരിക്കുന്നത്. ഇവിടെ സംസ്ഥാനം അറസ്റ്റ് ചെയ്ത 2 പ്രതികളെ തെളിവില്ലെന്ന് കണ്ടിട്ടും 9 ദിവസം ജയിലിൽ താമസിച്ച് വിട്ടയച്ചതിന് ശേഷം ചില സഭാ നേതാക്കൾ നന്ദി പറയുന്നത് ആ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും നന്ദി പറയുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു. വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി, ഗൗരവത്തോടുകൂടി ഈ കേസിൽ ഇടപെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏതായാലും എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നമ്രൂദ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംവദിക്കുന്നുണ്ട്. അതിനിടയിൽ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഇബ്രാഹിം, നിൻ്റെ ദൈവം ആരാണ്? നിൻ്റെ റബ്ബ് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി അല്ലദി യുഹീ വ യുമീത്ത്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. ഉടനെ നമ്രൂദ് 2 പ്രതികളെ വിളിച്ചു. എന്നിട്ട് ഒരാളെ കൊന്നുകളഞ്ഞു, മറ്റൊരാളെ വിട്ടയച്ചു. വിട്ടയച്ച ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്രൂദ് പറഞ്ഞു, ദേ അവനെ ജീവിപ്പിച്ചവൻ ഞാനാണ്. മരിച്ചു കിടക്കുന്ന ആളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇവനെ കൊന്നവൻ ഞാനാണ്. അപ്പോൾ ഞാൻ അന ഉഹീ വ ഉമീത്ത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനാണ്. അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചു വെച്ചത് ആരാണ്? അതും നമ്രൂദാണ്. അറസ്റ്റ് ചെയ്തത് ആരാണ്? അതും നമ്രൂദാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന് അവനെ വിട്ടയച്ചതോ അതും നമ്രൂദാണ്. മറ്റവനെ കൊന്നതോ അതും നമ്രൂദാണ്. ഇതുപോലെ ഈ കന്യാസ്ത്രീകളെ ജയിലിൽ പിടിച്ചിട്ടതാരാണ്? അത് BJP ആണ്. അവരെ വിട്ടയച്ചതോ അതും BJP ആണ്. ഒരു ട്രോള് കണ്ടു, ഞങ്ങൾ പിടിച്ചു വെച്ചതുകൊണ്ടല്ലേ അവർക്ക് ജാമ്യം കിട്ടിയത്. അങ്ങനെ ജയിലിൽ ഇട്ടതുകൊണ്ടാണല്ലോ ജാമ്യം കിട്ടിയത്, അല്ലെങ്കിൽ ജാമ്യം കിട്ടൂലായിരുന്നല്ലോ. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യമുണ്ട്, ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഞാനെങ്ങനെ ഉറപ്പ് വരുന്നു?